ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അമ്മാ ബഅദ്. യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ലഹീറൻ അലൽ അഅദാഇ ബിൽ മദദി. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യാന്വേഷികളെ, വിശുദ്ധമായ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. മുഹറം മാസം നമ്മൾ സുന്നികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മാസമാണ്. ഈ മുഹറം മാസത്തിൽ, എസ്പെഷ്യലി മുഹറം 10-ൽ ഒട്ടനേകം വൈശിഷ്ട്യമുള്ള ചരിത്ര സംഭവങ്ങൾ നടന്നതായിട്ട് നമുക്കറിയാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സയ്യിദുനാ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച ദിവസം, അവിടത്തേക്ക് അള്ളാഹു പുറത്തു കൊടുത്ത ദിവസം, ഹവ്വാ ബീവി ഉമ്മ റളിയല്ലാഹു അൻഹ ജനിച്ച ദിവസം, അതുപോലെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ ജൂദി പർവ്വതത്തിൽ സുരക്ഷിതമായി എത്തിച്ചേർന്ന ദിവസം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഫിർഔൻ്റെയും കിങ്കരന്മാരുടെയും അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസം, അതുപോലെ സയ്യിദുൽ ശുഹദാ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വീരമൃത്യു ഷഹീദായ ദിവസം, ഇങ്ങനെ ഒട്ടനേകം മഹത്വങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മാസമാണ് മുഹറം മാസം. അതുകൊണ്ട് തന്നെ മുഹറം മാസത്തിൽ വിശ്വാസികൾ ധാരാളം സുഹൃതങ്ങളിൽ അഭിരമിക്കുന്നു, ധാരാളം ഇബാദത്തുകൾ കൊണ്ട് അവരുടെ ജീവിതത്തെ ധന്യമാക്കാൻ അവർ ശ്രമിക്കുന്നു. തങ്ങളുടെ പാപഭംഗിലമായ ജീവിതത്തെ പ്രശോഭിതമായ ദിനങ്ങളുടെ പരിശുദ്ധി കൊണ്ട് കഴുകിയെടുക്കാൻ അവർ ശ്രമിക്കുന്നു. സ്വാഭാവികമായിട്ടും നന്മ എപ്പോൾ കണ്ടാലും തിന്മയുടെ ശക്തികൾക്ക് ഹാലിളകും എന്നുള്ളത് ഒരു വസ്തുതയാണ്. നന്മ ചെയ്യുന്നവരെ കാണുമ്പോൾ തിന്മയുടെ ഉപാസകർ അതിനെ തമസ്കരിക്കാൻ ശ്രമിക്കുന്നു, അതിനെ തടയിടാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു പുതിയ കഥയൊന്നുമല്ല, അതൊരു തുടർക്കഥയാണ്, അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ നടാടെ ഈ മുഹറം മാസത്തിൽ നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾക്കെതിരെയും ചില ആളുകൾ ചില കോണുകളിൽ നിന്ന് വില്ല് കുലച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വളരെ രസാവഹമായ ചില കാര്യങ്ങൾ ഞാൻ കാണുകയുണ്ടായി. ഒരു പണ്ഡിതൻ, അദ്ദേഹം ഡിഗ്രിയൊക്കെ എടുത്ത ഒരു പണ്ഡിതനാണ്, ഒരു ഉസ്താദാണ്. അദ്ദേഹം ഒരു പാട്ട് പാടുന്നു. പാട്ടെന്താണ്? പാട്ട് മഹാനായ സയ്യിദുൽ ശുഹദാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനമാണ്. ആ പാട്ടിൽ ആ കർബലയിൽ നടന്ന, മുഹറം 10-ന് കർബലയിൽ നടന്ന സംഭവങ്ങളുടെ ചില പരാമർശങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു എടുത്ത ധീരോദാത്തമായിട്ടുള്ള നിലപാടുകൾ, തുല്യതയില്ലാത്ത ചരിത്ര സംഭവങ്ങൾ, ക്രൂരതയുടെ കഠോരമായിട്ടുള്ള വർത്തമാനങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഉസ്താദ്, ഒരു പണ്ഡിതൻ, എന്നെ അദ്ദേഹത്തെ അറിയില്ല, അദ്ദേഹം ഒരു പാട്ട്, അദ്ദേഹമല്ല മറ്റാരോ ആണ് അത് ചിട്ടപ്പെടുത്തിയതെന്ന് തോന്നുന്നു, ചിട്ടപ്പെടുത്തിയ പാട്ട് അദ്ദേഹം പാടുകയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം വേറെയും ഒരുപാട് നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്, ധാരാളം ഹിറ്റായിട്ടുള്ള, മില്യൺസ് വ്യൂവർഷിപ്പുള്ള ഒരു വലിയ സക്സസ്ഫുള്ളായ ഒരു ചാനൽ നടത്തുന്ന വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ ചുമ്മാ അദ്ദേഹത്തിൻ്റെ ചാനലെടുത്ത് കയറി നോക്കിയപ്പോൾ കുറേ നല്ല പാട്ടുകളൊക്കെ കണ്ടു. അപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഇദ്ദേഹത്തിൻ്റെ ചില പാട്ടുകൾ ഞങ്ങൾ കുടുംബമായിട്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും വാഹനത്തിലിട്ട് കേൾക്കുന്നൊരു പാട്ട് ആണ്, ആ പാട്ട് പാടിയ ആളാണ് ഇദ്ദേഹം എന്ന് ഞാൻ ശ്രദ്ധിക്കുന്നത്. കുറേ നല്ല പാട്ടുകൾ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ഈ പാട്ടിൽ യാ ഹുസൈൻ
എന്ന് വിളിച്ചുകൊണ്ട്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് സഹായമർത്ഥിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന, മുജാഹിദിൻ്റെ ഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ചില വാക്കുകൾ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ചില ചിത്രീകരണങ്ങളും അദ്ദേഹം ആ വീഡിയോയിൽ നടത്തിയിട്ടുണ്ട്. ഇത് കേട്ടിട്ട് ചില ആളുകൾ ചില കോണുകളിൽ നിന്ന് പറയുന്നു, അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല, യാ ഹുസൈനൊന്നും വിളിക്കാൻ പാടില്ല, കടുത്ത തെറ്റാണ്, ഹറാമാണ് എന്നാണ് ചില ആളുകൾ പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ അയച്ചു തന്നു, പിന്നെ കുറേ ടെക്സ്റ്റുകളും അയച്ചു തന്നു. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, മുഹറം മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ മിണ്ടാതിരുന്നു കൊള്ളണം, ചരിത്ര കഥകൾ കാര്യങ്ങളോ അല്ലെങ്കിൽ മഹാന്മാരുടെ അപദാനങ്ങളോ ഒന്നും ആ സമയത്ത് പറയാൻ പാടില്ല, വളരെ ശ്രദ്ധയോടുകൂടി മിണ്ടാതിരിക്കണം എന്നാണ് ഇതിൻ്റെയൊക്കെ വൽഹാസിലായിട്ട് ഇവർ പറയുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഇന്നത്തെ ലൈവ്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു നമുക്ക് ഏറ്റവും അടുത്തവരാണ്. അവരുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സന്ദർഭം വന്നാൽ അത് ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മളാണ്. അത് ഷിയാക്കളുടെ ആചാരമാണ്, ഷിയാക്കളുടെ പരിപാടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷിയാക്കൾക്ക് വിട്ടുകൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഷിയാക്കൾ എന്ത് തോന്നിവാസം ചെയ്തു കൊള്ളട്ടെ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹറം മാസം എന്ന് പറഞ്ഞാൽ പവിത്രമായ മാസമാണ്. അതിൽ വളരെ ആ പവിത്രതയ്ക്ക് മാറ്റുകൂട്ടുന്ന കാര്യമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വം. ആ രക്തസാക്ഷിത്വത്തിലേക്ക് നടന്നിട്ടുള്ള ക്രമാനുഗതമായ ചരിത്ര സംഭവങ്ങൾ, ഇതെല്ലാം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉൾപുളകം പ്രദാനം ചെയ്യുന്നതും ഈമാൻ വർദ്ധിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നുപോയി. എൻ്റെ മനസ്സിലും ഒരു ഗദ്ഗതം ഉണ്ടായി. ശത്രുപക്ഷത്തു നിന്ന് ഒരാൾ, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അവിടുന്ന് പുഴയിൽ നിന്ന്, നദിയിൽ നിന്ന് വെള്ളമെടുക്കാൻ വേണ്ടി പോവുകയാണ്. അവിടത്തേക്കും അവിടുത്തെ അനുയായികൾക്കും ഈ പറയുന്ന ഇബ്നു സിയാദ്, അവിടുത്തെ ഗവർണർ, യസീദിൻ്റെ ഗവർണർ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ചരിത്ര പുസ്തകത്തിൽ നമുക്ക് വായിച്ചാൽ കാണാം. ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ വെള്ളമില്ല, ഭക്ഷണമില്ല. അങ്ങനെ മഹാനവറുകൾ യുദ്ധത്തിൻ്റെ കാഠിന്യത്തിൽ മുറിവെല്ലാം ഏറ്റുകൊണ്ട് അവിടുന്ന് വെള്ളമെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു ശത്രു അവൻ അമ്പു ചെയ്യുന്നു. അമ്പു ചെയ്യുകയാണ്. ശംറ് എന്ന് പറയുന്ന ഒരുത്തൻ, അവൻ അമ്പ് ചെയ്ത് മഹാനവറുകളെ മുറിവേൽപ്പിക്കുന്നു. അപ്പോൾ മഹാനവറുകൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഹ്സിഹിം അദദാ വഖ്തുൽഹും ബിദദാ വലാ തുബ്കി മിൻഹും അഹദാ. അവിടുന്ന് പ്രാർത്ഥിച്ചു. ഈ ചരിത്ര സന്ദർഭം വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത വിഷമം അനുഭവിച്ചു, ദുഃഖമുണ്ടായി. അപ്പോൾ ഒരാൾ പറയുന്നു, ഒരു വ്യക്തി പറയുന്നു, ദുഃഖം പ്രകടിപ്പിക്കരുത്, ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് രക്തസാക്ഷിത്വം വഹിച്ച, അവിടുന്ന് ഷഹീദായ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളാരും ദുഃഖിക്കരുത്, പിന്നെ എന്ത് വേണം, അട്ടഹസിച്ച് ചിരിക്കണോ എന്നാണ് എനിക്ക് ആ മാന്യദേഹത്തോട് ചോദിക്കാനുള്ളത്. സുഹൃത്തുക്കൾ, നമുക്കത് സാധ്യമാണോ? ഒരു ഈമാനുള്ള മുഅ്മിൻ അത് സാധ്യമാണോ? നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ ആ ചരിത്രം, സങ്കടം വന്നു പോകും. സ്വാഭാവികമായിട്ട് നമ്മൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പാടുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ വിളിക്കുമ്പോൾ, അവിടത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ മനോമുകുരത്തിലേക്ക് സ്വാഭാവികമായിട്ടും വാർന്നു വീഴും. നമുക്ക് വിഷമമുണ്ടാകും. അത്രയും കഠോരമായിട്ടാണ് യസീദിൻ്റെ കിങ്കരന്മാർ ഇബ്നു സിയാദും അതുപോലെ തന്നെ ഷംറുബിന് ദിൽ ജൗഷൻ എന്ന് പറയുന്ന അക്രമി, അവനും ഒക്കെ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പ്രവർത്തിച്ചത് അല്ലെങ്കിൽ പെരുമാറിയത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ആ ദിവസം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ദിവസത്തെ അനുസ്മരിക്കണം. നമുക്ക് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞ ചരിത്ര സംഭവങ്ങൾ,
അതൊക്കെ നമ്മൾ അയവിറക്കണം. എന്നിട്ട് ശുക്ർ രേഖപ്പെടുത്തണം. ഫദക്കിർഹും ബി അയ്യാമില്ലാ, ഖുർആൻ വദക്കിർഹും ബി അയ്യാമില്ലാ, ഖുർആൻ പഠിപ്പിച്ചതല്ലേ. അള്ളാഹുവിൻ്റെ ദിനങ്ങളെ നിങ്ങൾ സ്മരിക്കണം. സ്മരിക്കാൻ പാടില്ലെന്നാണ് ഇവർ പറയുന്നത്. ഖുർആൻ്റെ നസ്സിന് വിരുദ്ധമല്ലേ സുഹൃത്തുക്കളെ ഈ പ്രസ്താവനകൾ? ഇവരൊക്കെ പണ്ഡിതന്മാരല്ലേ? ഇവരല്ലേ പാമരന്മാരെ പഠിപ്പിക്കേണ്ടത്? എന്നിട്ട് ഇവർ തന്നെ പറയുന്നു മിണ്ടിപ്പോകരുത്, പഞ്ചപുച്ഛമടക്കി നിന്നുകൊള്ളണം എന്നാണ് പറയുന്നത്. സാധ്യമാണോ മുഅ്മിനായ മനുഷ്യ? സുഹൃത്തുക്കളെ, നമുക്കിത് സാധ്യമാണോ? ഒരിക്കലും സാധ്യമല്ല. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ നമ്മൾ ശുക്ർ രേഖപ്പെടുത്തണം. നബിദിനത്തിൻ്റെ അടിസ്ഥാനം അതാണ്. നബിദിനം എന്ന് പറഞ്ഞാൽ, ജന്മദിനാഘോഷം എന്ന് പറഞ്ഞാൽ അത് നസാറാക്കളുടെയും ജൂതന്മാരുടെയും ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദുകൾ നമ്മളെ ആക്ഷേപിക്കാറുണ്ട് അല്ലേ? അതുപോലെ തന്നെയുള്ള മറ്റൊരാരോപണമായി പോയില്ലേ ഇത്? ഇത് ഷിയാക്കളുടെ ആചാരമാണ്, സുന്നികൾക്ക് ഇതുമായി ബന്ധമില്ല. നബിദിനാഘോഷം നമ്മൾ നടത്തുമ്പോൾ മുജാഹിദും ജമാഅത്തും നമ്മളെ ആക്ഷേപിക്കുമ്പോൾ നമ്മൾ എന്ത് മറുപടിയാണ് കൊടുക്കാറ് പ്രിയപ്പെട്ടവരെ? അതേ മറുപടി തന്നെയല്ലേ ഇവിടെയും നമുക്ക് കരണീയമായിട്ടുള്ളത്. ഷിയാക്കൾ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ, എന്ത് തോന്നിവാസം ചെയ്തു കൊള്ളട്ടെ. അവരല്ലല്ലോ നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്. നമ്മുടെ മതപരമായിട്ടുള്ള നമ്മുടെ ശരീഅത്ത് നിയന്ത്രിക്കുന്നത് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച ചര്യകളാണ്, മുൻഗാമികൾ കാണിച്ചു തന്നിട്ടുള്ള മാർഗമാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ കാരണവന്മാരും നമ്മുടെ ഉസ്താദുമാരും സയ്യിദന്മാരും ഒക്കെ നമുക്ക് അനുവർത്തിച്ചു തന്നിട്ടുള്ള, കാണിച്ചു തന്നിട്ടുള്ള ആ മാർഗമാണ്. അപ്പോൾ നമ്മൾ എന്തു വേണം? നമ്മൾ ആ ദിവസത്തിൽ ഖുർആൻ പാരായണം ജാസ്തിയാക്കണം, നോമ്പെടുക്കണം, മറ്റ് സൽക്കർമ്മങ്ങളാകുന്ന മൗലിദുകൾ നടത്തണം, ഇസ്തിഗാസ ചെയ്യണം അവരോട്. ഇതൊക്കെ ആ ദിവസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സ്വീകരിക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ? അത് എന്താണ്? ദുഃഖപ്രകടനമാണ് എന്നാണ്. ദുഃഖം പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിലുണ്ടോ? ഇല്ല. ദുഃഖാചരണം ഉണ്ടാകാൻ പാടില്ല. ഷിയാക്കളുടെ ഈ സംബന്ധിയായിട്ടുള്ള ചില ടെക്സ്റ്റുകൾ ഞാൻ വായിച്ചു. അല്ലാമ ബറൂസവി റഹിമഹുള്ളയുടെ ചില എഴുത്തുകൾ, ചില ഇബാറത്തുകൾ ചിലർ എനിക്ക് അയച്ചു തന്നു. അതിലൊക്കെ പറയുന്നത് അതൊന്നും മുഹറം 10 കർബല സ്മരിക്കാൻ പാടില്ല എന്നോ, മൗലിദ് ചെല്ലാൻ പാടില്ല എന്നോ, ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല എന്നോ, അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നൊന്നുമല്ല. മറിച്ച് ഷിയാക്കളോട് താതാത്മ്യപ്പെടരുത് എന്നേ ഉള്ളൂ, ഷിയാക്കളുമായിട്ട് സമരസപ്പെടരുത് എന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഏതുപോലെ ജൂതന്മാർ തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹം മൂസാ നബിയെയും ഇസ്രായേലിനെയും ഫിർഔൻ്റെയും കിങ്കരന്മാരുടെയും അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് ശുക്ർ രേഖപ്പെടുത്തുകയായിരുന്നു അവർ. നോമ്പ് എടുത്തില്ലേ അവർ? മുഹറം 10 നോമ്പെടുത്തപ്പോൾ മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ തിരിഞ്ഞു കടന്നോ? ഇത് ജൂതന്മാരുടെ പരിപാടിയാണ്, നമുക്കിതായിട്ട് ബന്ധമില്ല എന്നാണോ പറഞ്ഞത്? അല്ല, മറിച്ച് മുഹറം 10 മുത്തുനബിയും നോമ്പെടുക്കണമെന്ന് ഈ മതത്തിൽ ശറഅാക്കുകയാണ് ഉണ്ടായത്, മശ്റൂആക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് അവരിൽ നിന്ന് തെറ്റാൻ വേണ്ടി അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ 9 കൂടി നോമ്പ് നോൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അത് മതമാക്കി തരികയാണ് ഉണ്ടായത് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇതേ മാതൃകയല്ലേ നമുക്കുള്ളത്? ജൂതന്മാരുടെ പരിപാടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തട്ടിമാറ്റിക്കളഞ്ഞോ? ഇല്ല. ജൂതന്മാരെന്തോ ചെയ്യട്ടെ, അവരെക്കാൾ നമ്മളാണ് മൂസാ നബിയോട് ഏറ്റവും അടുത്തവർ. ഈ വിഷയത്തിൽ ഷിയാക്കൾക്ക് യാതൊരു ബന്ധവുമില്ല ഹുസൈൻ റളിയല്ലാഹു അൻഹുമായിട്ട്. കാരണം അവരാണ് വാസ്തവത്തിൽ മഹാനുഭാവനെ ചതിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം, റാഫിദിയാക്കൾ ചതിച്ചു കളഞ്ഞു. കൂഫക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരമാണല്ലോ അവിടെ നിന്ന് പോയത്. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. എന്നിട്ട് അവർ ചതിച്ചു കളഞ്ഞു. അപ്പോൾ അവർക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് തരിമ്പും സ്നേഹമില്ല, കപടന്മാരായിരുന്നു അവർ. അപ്പോൾ അവർ ഈ കാണിച്ചതൊക്കെ, അന്ന് കാണിച്ചതും ഇപ്പോൾ കാണിക്കുന്നതും ഒക്കെ മതവുമായിട്ട് പുലബന്ധം പോലുമില്ല. പക്ഷേ അവരെക്കാൾ ഒക്കെ ഏറ്റവും അടുത്തവർ ആരാണ്? നമ്മളല്ലേ. അപ്പോൾ നമ്മളല്ലേ ആ ചരിത്രം സ്മരിക്കേണ്ടതും അവിടുത്തെ മൗലിദ് നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതും അവിടത്തെക്കുറിച്ച് അവധാനങ്ങൾ നടത്തേണ്ടതും അതുപോലെ നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കേണ്ടതും ഒക്കെ ചെയ്യേണ്ടത്. മഹാനായ അഹമ്മദ് യാർഗാൻ നഈമി റഹിമഹുല്ല, ബറേൽവി ഉലമാക്കളെ അഗ്രഗണ്യനാണ്. അല്ലാമ അഹമ്മദ് യാർഗാൻ നഈമി റഹിമഹുല്ല, യാർഗാൻ, അവർക്ക് ഒരു വലിയ തഫ്സീർ തന്നെയുണ്ട്. ആ അഹമ്മദ് യാർഗാൻ എന്ന് പറയുന്ന മഹാൻ അവരുടെ കിതാബിൽ പറയുന്നുണ്ട്, അന്നത്തെ ദിവസം കിശ്റ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭക്ഷണം തന്നെ ഉണ്ടാക്കണം, അത് പ്രത്യേക പുണ്യമുള്ളതാണെന്നാണ് അദ്ദേഹം പറയുന്നത്.
അതുപോലെ താജുശ്ശരി അക്തർ റസാഖാൻ അദ്ദേഹത്തിൻ്റെ ഒരു കിതാബ് ജന്നാത്തി എന്തോ പറഞ്ഞിട്ടാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ആ കിതാബിലും മഹാനവർ പറയുന്നത് അന്നത്തെ ദിവസം 4 റക്അത്ത് ഒരു പ്രത്യേകം സുന്നത്ത് നമസ്കാരം തന്നെ ഉണ്ട് എന്നാണ് മഹാനവറുകൾ പറയുന്നത്. ആ നമസ്കാരത്തിൻ്റെ ക്രമമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിന് പ്രത്യേകം പുണ്യമുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ, ആ മഹാന്മാരൊക്കെ, ഇനി അവർ ബറേൽവിക്കാരാണ്, ഹനഫി മദ്ഹബുകാരാണ് എന്നൊന്നും പറഞ്ഞ് മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അവരൊക്കെ എല്ലാ മദ്ഹബിലും അഗ്രഗണ്യരായ അറിവുള്ള ആളുകൾ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള മഹാന്മാരുടെ പിന്മുറക്കാരാണ് നമ്മുടെ സമസ്തയുടെ പണ്ഡിതന്മാരൊക്കെ, അല്ലേ? അഹമ്മദ് റസാഖാൻ ബറേൽവി തങ്ങളുടെ ശിഷ്യനല്ലേ അഹമ്മദ് കോയ ഷാലിയാത്തി റഹിമഹുല്ല? അവിടെ നിന്ന് കിട്ടിയ, അവിടുത്തെ ഭരണശാലയിൽ നിന്ന് കിട്ടിയ അറിവുകളും അഭ്യസനങ്ങളുമല്ലേ ഇങ്ങ് കേരളത്തിൽ വന്നുകൊണ്ട് സമസ്ത എന്ന് പറയുന്ന മഹത്തായ ആ സംഘടനയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അവരുടെ താവഴിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അവരൊക്കെ അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. ജന്നാത്തി സേവർ, അത് തന്നെ ജന്നാത്തി സേവർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം താജുശ്ശരി അക്തർ റസാഖാൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ്. അതിലത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ യാർഗാൻ നഈമി എന്ന് പറയുന്ന മഹാനുഭാവൻ, അദ്ദേഹത്തിന് വലിയൊരു തഫ്സീർ തന്നെയുണ്ട്, വലിയ പ്രശസ്തമായ തഫ്സീർ. അദ്ദേഹത്തിൻ്റെ ആ കിതാബിലും ആ ഗ്രന്ഥത്തിലും, അത് ആ തഫ്സീറിലാണെന്ന് എൻ്റെ ഓർമ്മ, ഇത് പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കാണിച്ചു വന്നൊരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കം ഇങ്ങ് കേരളത്തിലുമുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ടെക്സ്റ്റ് വായിച്ചു, ഒരു മുസ്ലിയാരുടെ, ഒരു ഉസ്താദിൻ്റെ. ആ ടെക്സ്റ്റിൽ ഞാൻ ടെക്സ്റ്റ് കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇത് കണ്ടോ? ആ ടെക്സ്റ്റിൽ പറയുന്നത് എന്താണ്? ഇക്കഴിഞ്ഞ മുഹറം മാസത്തിൽ കർബലയും ഹുസൈൻ റളിയല്ലാഹുവിന്റെ കൊലപാതകവും അതിലുള്ള ദുഃഖവും വേദനയും പരാമർശിക്കുന്ന നശീദകളും പാട്ടുകളും നമ്മുടെ ചില സ്റ്റേജുകളിലും അപലപിക്കപ്പെട്ടിരുന്നു. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഇത് പാടില്ലെന്ന് ചിലർ പറയുന്നു. എന്താണ് പ്രശ്നം? മറുപടി പ്രതീക്ഷിക്കുന്നു. ഉത്തരം: ചോദ്യത്തിൽ സൂചിപ്പിക്കപ്പെട്ട പാട്ടുകളുടെയും നശീദകളുടെയും ഉള്ളടക്കം എന്താണെന്ന് ഞാൻ പരിശോധിച്ചിട്ടില്ല. പൊതുവെ കർബലയും ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട സാഹചര്യങ്ങളും അത് സംബന്ധമായി ഉദ്ധരിക്കപ്പെട്ട വിവരണങ്ങളും സദസ്സുകളിൽ പറയുന്നത് ശരിയല്ല. എത്രമാത്രം നിഷേധാത്മകമായൊരു സമീപനമാണ് സുഹൃത്തുക്കളെ ഈ പണ്ഡിതൻ വെച്ച് പുലർത്തുന്നത്. ഇദ്ദേഹം ആരുമായിക്കൊള്ളട്ടെ, തികച്ചും ചരിത്രവിരുദ്ധവും പ്രമാണവിരുദ്ധവും നിഷേധാത്മകവുമായൊരു സമീപനമാണ് അദ്ദേഹം ഇവിടെ എഴുതി ചേർത്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? അങ്ങനെ ചരിത്രം പോലും പറയാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ കൊലപാതകവും അതിലുള്ള ദുഃഖവും വേദനയും പരാമർശിക്കുന്ന നശീദകളും പാട്ടുകളും അതെന്താണ്? അത് സംബന്ധമായി ഉദ്ധരിക്കപ്പെട്ട വിവരണങ്ങളും സദസ്സുകളിൽ പറയുന്നത് ശരിയല്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ വെളിപാടുണ്ടായത് എന്ന് എനിക്കറിയില്ല. ഇദ്ദേഹം ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ള പ്രമാണങ്ങളൊന്നും അത് പറയുന്നില്ല, അതിനെതിരെയാണ് പറയുന്നത്. ഇസ്മായിൽ ഹിക്കി റഹിമഹുല്ല തന്നെ, അല്ലാമ ബർഗുസവി റഹിമഹുല്ല തന്നെ അതിൽ പറയുന്നത്, മുഹറം 1 ആശുറ ദിനത്തിലോ ഹുസൈൻ തങ്ങളുടെ ഷഹാദത്തുമായി ബന്ധപ്പെട്ട കഥകൾ പറയുന്നവൻ റാഫിദികളോട് തുല്യമായവനാണ്. ഇനി ആരെങ്കിലും ഹുസൈൻ തങ്ങളുടെ ഷഹാദത്തുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പറയുന്നുവെങ്കിൽ ആദ്യം മറ്റു സ്വഹാബികളുടെ ഷഹാദത്തുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പറഞ്ഞ ശേഷം ഇത് പറയുക, റാഫിദികളോട് എതിരാവാൻ വേണ്ടി. അപ്പോൾ കൃത്യമാണ്, പറയാൻ പാടില്ല എന്ന് പറയണം. പക്ഷെ പറയുമ്പോൾ എന്ത് വേണം? സൂക്ഷ്മത പാലിക്കണം. എങ്ങനെ? റാഫിദികളോട് ചേർന്ന് നിന്നുകൊണ്ട് പറയരുത്. അതായത് റാഫിദികളുടെ ശൈലി എന്താണ്? അവർ സ്വഹാബത്തിൻ്റെ ഇടയിൽ വർഗീകരണം ഉണ്ടാക്കുന്നു. സ്വഹാബത്തിനെ ചീത്ത പറയുന്ന രൂപത്തിൽ ചില സ്വഹാബത്തിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടും മറ്റു ചില സ്വഹാബത്തിനെ മോശപ്പെടുത്തിയുമൊക്കെ അവർ സംസാരിക്കും. നമുക്കറിയാലോ റാഫിദികൾ ഷിയാക്കളുടെയൊക്കെ രീതി നമുക്കറിയാം. അപ്പം ആ രൂപത്തിൽ നമ്മുടെ ഈമാനിനെ പോറലേൽപ്പിക്കുന്ന രൂപത്തിലുള്ള ചരിത്ര കഥാകഥനങ്ങൾ അത് പാടില്ലെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അത് മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ് തന്നെ അസ്സവായിക്കുൽ മുഹരിക്കിൽ പറഞ്ഞതും ഈ ടെക്സ്റ്റിലുണ്ട്. അതാ രസം. ഇതിൽ ഈ പറഞ്ഞതിൻ്റെ മറുപടി അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതെന്താ? ഇമാം ഇബ്നു ഹജർ തങ്ങൾ എഴുതി എന്താണ്? എന്നാൽ ഇമാം ഗസാലിയുടെ പ്രസ്തുത പ്രസ്താവന എൻ്റെ ഈ ഗ്രന്ഥത്തിലുള്ള വിശദീകരണത്തിന് എതിരല്ല. എന്താ കാരണം? സ്വഹാബത്തിൻ്റെ മഹത്വമായി ബന്ധപ്പെട്ട് നിർബന്ധമായി വിശ്വസിക്കേണ്ടതായ ശരിയായ നിലപാടാണ് ഈ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഏത്? അസ്സവായിക്കുൽ മുഹരിക്കിൽ. എന്നാൽ ശരിയായ അറിവില്ലാത്ത പ്രഭാഷകർ തെറ്റായ ചില വിവരണങ്ങൾ പറയുകയും ശരിയായ വ്യാഖ്യാനങ്ങൾ വിശദീകരിക്കാതിരിക്കുകയും നിർബന്ധമായി വിശ്വസിക്കേണ്ടതായ സത്യം വ്യക്തമാക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സാധാരണക്കാർ സ്വഹാബികളെ കുറ്റപ്പെടുത്താനും വിമർശിക്കാനും അത് കാരണമായേക്കും. കണ്ടോ? അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് അത് ഒഴിവാക്കേണ്ടത്. അതല്ലാത്ത നിലക്ക് ഭംഗിയായിട്ട് കൊണ്ടാടപ്പെടേണ്ട കാര്യമാണത്. കൊണ്ടാടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? മഹാൻ്റെ ചരിത്രങ്ങൾ പറയുക, അപദാനങ്ങൾ പറയുക, മൗലിദ് ചെല്ലുക. അതാണ് ഖലീൽ തങ്ങൾ പാപ്പ പറയുന്നത്. കേട്ടോ വയ്ക്കോ, ഖലീൽ തങ്ങൾ പാപ്പാക്കൊക്കെ ആ ഒരു സംസ്കാരമുണ്ട്.
ഖലീൽ തങ്ങൾ ഉപ്പാപ്പ നിങ്ങൾക്ക് അറിയില്ലേ? ആരാ ഖലീൽ തങ്ങൾ ഉപ്പാപ്പ? മുസ്ലിം ജമാഅത്ത്, കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന എ പി ഉസ്താദിൻ്റെ, സുൽത്താനുലമ എ പി ഉസ്താദിൻ്റെ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിത്വമാണ് മഹാനവറുകൾ. മഹാനവറുകൾ പറയുന്നത് കേട്ടോ, അപ്പോൾ ഇവിടെ ഇരിക്കുന്ന 99% ഹുസൈനി സാദാത്തുക്കളായിരിക്കും. അപ്പോൾ 99% ഇരിക്കുന്ന ഹുസൈനി സാദാത്തുക്കളോട് മഹാനുഭാവൻ ഉപദേശം കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു സാദാത്ത് സംഗമം മറ്റുമാണ്. അപ്പോൾ അതിൽ മഹാനവർ പറയാണ്, കേട്ടോളൂ. 72ഓളം സാദാത്തുക്കൾ ഷഹീദായ ദിവസമാണ് മുഹറം 10. അടുത്ത കാലം വരെ നമ്മുടെ നാട്ടിലൊക്കെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മൗലിദ് ഓതാറുണ്ട്. ഇപ്പോഴും അത് ഓതുന്ന സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ മൗലിദ് ഓതാൻ തീരുമാനിച്ചപ്പോൾ ആൾക്കാർ കളിയാക്കാൻ എന്തൊരു സംഘടന. ഇതൊക്കെ നമ്മൾ അങ്ങനെ പൊന്നാനി തന്നപ്പോഴാണ് ഹുസൈൻ റളിയല്ലാഹു മൗലിദ് പഴയത് കിട്ടിയാൽ പോകാറുണ്ടായിരുന്നു. കഴിഞ്ഞ മുഹറം 10 ഞാൻ കൈവന്തെത്തി തെക്കരക്ക പള്ളിയിൽ അവിടെ സെക്രട്ടറി പൊന്നാനിക്ക് വിളിച്ചപ്പോൾ ജംഗ്ഷൻ എന്താ സൈനാറാടെ മൗലിദ് മതി അഹമ്മദ് ബാഷാലിയൊക്കെ നേതൃത്വം നൽകിയ പണ്ട് കാലത്തെ നടന്നു വരുന്നതൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സുന്നത്തുകളാണ്, ആചാരങ്ങളാണ്. കണ്ടോ, പണ്ട് മുതലേ നടത്തി വരുന്നതാണ് ആ ദിവസം മൗലിദ് ചെല്ലുക എന്നുള്ളത്. അതിലിപ്പോൾ തങ്ങൾ പറഞ്ഞത്, അത് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ തങ്ങളെ ശരിയാക്കി എന്നാണ് തങ്ങൾ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉദയം ചെയ്തിരിക്കുകയാണ്. അവർക്ക് എവിടെ നിന്നൊക്കെയോ വെളിപാട് കിട്ടുന്നു. അവർ പ്രസംഗിക്കുന്നു, ചില ടെക്സ്റ്റുകളൊക്കെ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്നു. എന്നിട്ട് പറയുകയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല, സദസ്സിൽ അത് വിശദീകരിക്കാൻ പാടില്ല. അപ്പം പിന്നെ ഖലീൽ തങ്ങൾ ഉപ്പാപ്പ ചെയ്തതോ? ഇനി ബഹുമാനപ്പെട്ട നമ്മുടെ ബഹുഭാഷാ പണ്ഡിതൻ നെയ്മി ഉണ്ടല്ലോ, ഫാറൂഖ് നെയ്മി, അദ്ദേഹം പറയുന്നത് കേൾക്കൂ. അദ്ദേഹം ആ ദിവസം തന്നെയാണ് പ്രസംഗിക്കുന്നത്. ഇപ്പോൾ ഈ ടെക്സ്റ്റിൽ, ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഇതിലെ ഛർദ്ദിച്ച് പറയണം എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം പറയുകയാണ്, എന്ത് പൊതുവേ കർബലയും ഹുസൈൻ നബി കൊല്ലപ്പെട്ട സാഹചര്യങ്ങളും അതുസംബന്ധമായി ഉദ്ധരിക്കപ്പെട്ട വിവരണങ്ങളും സദസ്സുകളിൽ പറയുന്നത് ശരിയല്ല, അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. എന്നാ കണ്ടോ, എന്നിവനെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മുത്തുനബി തങ്ങളുടെ പൊന്നോമന പൗത്രനായ ഹുസൈൻ തങ്ങളെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് അടുത്തേക്ക് വന്നാൽ, പ്രിയമുള്ളവരെ, വളരെ ദുആയ്ക്ക് ഇജാബത്തുള്ള രാത്രിയാണിത്. ആശൂറാന്റെ രാത്രിയാണിത്. സൽക്കർമ്മങ്ങൾ കൊണ്ട് റബ്ബിലേക്ക് ചേരേണ്ട രാവാണിത്. നന്മകൾ ചെയ്ത് റബ്ബിലേക്ക് ചേരാനുള്ള രാത്രിയാണിത്. അല്ലാഹുവിലേക്ക് ദിക്ർ ചൊല്ലേണ്ട രാത്രിയാണ്. തസ്ബീഹ് ചൊല്ലേണ്ട രാത്രിയാണ്. ആ രാത്രിയിൽ ഒന്നോർക്കാനുള്ളതറിയുമോ? അൽ ഹസനു വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ് ബഹുമാനപ്പെട്ട ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉടലിൽ നിന്ന് ശിരസ്സ് അവര് മുറിച്ചു മാറ്റി. യസീദിന്റെ പട്ടാളം അതാ അക്രമം കൊടി കുത്തി വാഴും യസീദിന്റെ പട്ടാളം കൈമലർത്തി കാട്ടിയേ. ദിജിലയിൽ നിന്നൊരു തുള്ളി വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ നൽകിയില്ല. യൂഫ്രട്ടീസിൽ നിന്നൊരു തുള്ളി വെള്ളം ചോദിച്ചിട്ട് നൽകിയില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അതാ അഹ്ലു ബൈത്തിലെ എത്രയാൾ കണ്ടോ. ഇപ്പോൾ അദ്ദേഹം വളരെ കരഞ്ഞുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്, ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട്. അപ്പോൾ ദുഃഖം പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇദ്ദേഹം ബഹുഭാഷാ പണ്ഡിതനാണ്. ഇദ്ദേഹം കേരളത്തിലെ അറിയപ്പെട്ട സുന്നി സംഘടനകളുടെ ദേശീയ സെക്രട്ടറിയോ മറ്റോ ആണ്. ഇവരുടെ ഈ നമ്മുടെ നാട്ടിലുള്ള ചില ആളുകളുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട പാത്രമാണ് അദ്ദേഹം. അങ്ങനെയുള്ള അദ്ദേഹം അറിവുള്ളയാളാണല്ലോ. അദ്ദേഹം അതാ കരഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മതം പഠിച്ച ആളല്ലേ? അത് ഹറാമാകണ്ടേ? അങ്ങനെയാണെങ്കിൽ ഹറാമാണോ? അല്ല, ഹറാമല്ലാത്തതുകൊണ്ടാണല്ലോ അങ്ങനെ അദ്ദേഹം പ്രസംഗിക്കുന്നത്. അത് അദ്ദേഹം ആശൂറ മറ്റേ മുഹറം 10 തന്നെയാണ് പ്രസംഗിക്കുന്നത്. അദ്ദേഹം തുടക്കത്തിൽ പറയുന്നുണ്ട് ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന്. കേട്ടോ, അരുംകൊല നടത്തിയത്. എന്നാൽ അന്ന് അപ്പോൾ ഈ പറയുന്ന ഫത്വ, ഈ ടെക്സ്റ്റായിട്ട് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന ഫത്വ ശുദ്ധ അബദ്ധവും അടിസ്ഥാനരഹിതവുമാണ് എന്ന് വ്യക്തമായല്ലോ അല്ലേ? എത്രയോ പണ്ഡിതന്മാരുടെ പ്രഭാഷണം കേൾപ്പിക്കാനുണ്ട്. ഖലീൽ തങ്ങൾ ഉപ്പാപ്പയ്ക്ക് കാലങ്ങളായിട്ട് മൗലിദ് ചെല്ലുന്നയാളാണ്.
ഇപ്പോൾ പുതിയ ഒരു പ്രതിഭാസമാണ് അങ്ങനെ ചെല്ലുന്ന തങ്ങളുപ്പാപ്പാനെ പോലും ഷിയാക്കിക്കൊണ്ടിരിക്കുകയാണ് തങ്ങളുപ്പാപ്പ അവിടെ പറഞ്ഞത്. കേട്ടില്ലേ നിങ്ങൾ? അതേ കേട്ടോ. ബൈത്തിലെ ഉമ്മമാരിൽ ചിലർ ഓമന ആൺമക്കളെ ആന്തരിക മുഴുവനും കൊന്നൊടുക്കാൻ വന്നവരുടെ മുമ്പിൽ അവരെ പരാജയപ്പെടുത്താൻ അഹ്ലുബൈത്തിലെ ആൺമക്കളിൽ ഓമന മക്കളെ അതാ അടിയിൽ കിടത്തിയിട്ട് ശത്രുക്കൾ കാണാതെ അതിന്റെ മേലെ കവർ ചെയ്തുകൊണ്ട് കിടന്നിട്ടുണ്ട്. ഉമ്മമാരാ ഓമന മക്കളെ രക്ഷിക്കാൻ വേണ്ടി, അഹ്ലുബൈത്തിന്റെ പരമ്പരകൾ ബാക്കിയാകാൻ വേണ്ടി അന്നുള്ള മഹദി ആണ് ചില ചരിത്രം പറയുന്നത് കൂഫയിൽ നിന്ന് ജന്നത്തുൽ ബഖീയിലേക്ക് നീക്കിയിട്ടുണ്ടെന്ന്. കണ്ടോ, കരഞ്ഞുകൊണ്ടാ പറയുന്നത്. ദുഃഖം പ്രകടിപ്പിക്കുകയാണ് മൂപ്പര്. ദുഃഖം പ്രകടിപ്പിക്കാൻ പാടില്ല എന്നാണ് പുതിയ ഫത്വ. ദുഃഖം പ്രകടിപ്പിക്കാൻ പാടില്ല എന്നല്ല ഉസ്താദുമാരെ. പിന്നെയോ ദുഃഖാചരണം പാടില്ലെന്ന. എങ്ങനത്തെ ദുഃഖാചരണം? ഈ ഷിയാക്കളൊക്കെ ചെയ്യുന്ന പോലെ കറുത്ത വസ്ത്രം ധരിച്ച് അത് കീറുക, അതുപോലെ ഷക്കിൾസ് കൊണ്ട് ചങ്ങല കൊണ്ട് ഇങ്ങനെ അടിക്കുക, പിന്നെ ചോര ഒലിപ്പിക്കുക, അതൊരു പ്രൊസഷനായിട്ട് ഒരു ജാഥയായിട്ട് നടക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു സെൽഫ് അഫ്ലിക്ഷൻസ് അല്ലെങ്കിൽ ആത്മപീഡാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും പാടില്ല. അതൊന്നും ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു ദുഃഖാചരണം നമ്മളാരെങ്കിലും നടത്തുന്നുണ്ടോ? സുന്നികളാരെങ്കിലും? ഇപ്പോൾ യാ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന് ഹുസൈൻ തങ്ങളെ വിളിച്ചാൽ അത് ദുഃഖാചരണമാണോ? അല്ല. അപ്പോൾ ഞാൻ പലരോടും ചോദിച്ചു, ആ പാട്ടുകാരൻ ഉസ്താദ് എന്ത് തെറ്റാണ് ചെയ്തത്? ഇപ്പോൾ അദ്ദേഹം ആ പാട്ട് തന്നെ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്തു എന്നാണ് പറയുന്നത്. എന്താ ആവശ്യം? നല്ലൊരു പാട്ട്. അത് ആ പാട്ട് തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയ പാട്ടൊന്നുമല്ല, അത് പണ്ടെപ്പോഴോ ഉണ്ടാക്കിയ പാട്ടാണെന്ന് ആ പാട്ടുകാരൻ തന്നെ പറയുന്നുണ്ട്. ആ പാട്ട് എഴുതിയ ആൾ തന്നെ. ആ പാട്ട് എഴുതിയ ആൾ ഇന്ന് എനിക്കൊരാൾ ക്ലിപ്പ് അയച്ചു തന്നെ. ആ പാട്ട് എഴുതിയ ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമത് അതിൽ ദുഃഖപ്രകടനം എന്നല്ല, മുസൈന് സലാം പറഞ്ഞതാണ്. അത് മുഹറം 10 പറഞ്ഞൊന്നുമില്ല. അതിന് എത്രയോ മാസം മുമ്പ് ഞാൻ എഴുതി, അവൻ പാടി. മുഹറത്തിന് മുമ്പ് തന്നെ അത് റിലീസാക്കി. പക്ഷെ പേരോടുത്തത് മുഹറം 10 അത് കേട്ടതെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും? മഗ്‌രിബിന് ശേഷമുള്ള സുന്നസ്കാരം ഒരാൾ വീഡിയോ എടുത്തിട്ട് അസറിന് ശേഷിട്ടാല് അതെങ്ങനെ ഹറാമാവും? നമ്മളത് അസറിന് ശേഷമാണ് കാണുന്നത് വിചാരിച്ചിട്ട് മഗ്‌രിബിന് ശേഷമുള്ള സുന്നസ്കാരം അങ്ങനെ ഹറാമാവും? യൂട്യൂബിൽ നോക്കിയിട്ടാണോ ഇതൊക്കെ തീരുമാനിക്കേണ്ടത്? അദ്ദേഹം മുഹറം 10 അങ്ങനെ വിളിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ? യൂട്യൂബിൽ ഏതോ കാലത്തിട്ടത് പേരെടുത്തത് മുഹറം 10 അന്ന് വൈകുന്നേരം കേട്ടു എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ ഹറാമാവും? പെരുന്നാൾസ്കാരത്തിന്റെ വീഡിയോ ഒരാള് ഇത് ഇതിന്റെ പാട്ടുകാരൻ എഴുതിയ ആള് പറയുന്നതാണ്. അപ്പോൾ ഇത് ഇയാൾ പണ്ടെന്നോ എഴുതിയതാണ്. ഇത് മുഹറം 10 പോലും പാടിയതോ എഴുതിയതൊന്നും അല്ല. ഇതിപ്പോൾ ഏതോ ഒരു ഉസ്താദ് ഇത് കേട്ടപ്പോൾ എന്നൊക്കെയാണ് പറയണത്. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഹക്ക് എന്താണ്? ഹക്ക് ഈ നെയ്മി പറയണതാണ് ഹക്ക്. ഫാറൂഖ് നെയ്മി ഉണ്ടല്ലോ, മൂപ്പര് പറയണത് കേട്ടോ, നല്ല കാര്യമാണ്. അതാണ് ചെയ്യേണ്ടത്. ഖലീൽ തങ്ങൾ ഉപ്പാപ്പ പറയുന്നത് കേട്ടില്ലേ? അതാണ് ഹക്ക്, അതാണ് സത്യം കേട്ടോ. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഹദ്ദാദ് റാത്തീബ് എല്ലാം പറ്റുമോ? ഹദ്ദാദ് റാത്തീബിലും അതല്ലേ ഉള്ളത്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അത് മുഹറം 10 നമ്മൾ ചെല്ലുന്നില്ലേ? അപ്പോൾ മുഹറം 10 ഹദ്ദാദ് റാത്തീബ് ചെല്ലാതിരിക്കുന്നുണ്ടോ? അഊദു ബികലിമാത്തില്ലാഹിൽ എന്താ ഉള്ളത്? ഫൽ മുറാദു ബികലിമാത്തില്ലാഹി താമ്മാത്തി ഇസ്തിയാദത്തു മിനൽ അർവാഹിൽ ബശരിയത്തി ബിൽ അർവാഹിൽ ആലിയത്തിൽ മുഖദ്ദസത്തി ത്വാഹിറത്തി ത്വയ്യിബ എന്ന് പറഞ്ഞാൽ ചീത്തയായ ആത്മാക്കളുടെ ഷർറിനെ തട്ടാൻ ഉന്നതമായ ആത്മാക്കളോട് നടത്തുന്ന കാവൽ തേട്ടമാണത്, പ്രാർത്ഥനയാണത്. മൺമറഞ്ഞു പോയ മഹാന്മാരോടുള്ള ഒറിജിനൽ 110% അതിഭയങ്കരമായ പ്രാർത്ഥന. അത് ദിവസവും ഒരു സുന്നി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദിവസവും അല്ലല്ലാത്തവരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവനാണ് സുന്നി. അതവൻ്റെ സംസ്കാരമാണ്. ആ പ്രാർത്ഥനയിൽ ആരുണ്ട്? സയ്യിദുശ് ശുഹദാ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇല്ലേ? ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അത് പറ്റുമോ? മുഹറം 10 അപ്പോൾ ഹദ്ദാദ് എല്ലാം പറ്റൂലേ? അങ്ങനെ ഈ ഹദ്ദാദ് റാത്തീബ് കോർവ ചെയ്ത മഹാനായ അബ്ദുല്ലാ ഇബ്നു അലവി അൽ ഹദ്ദാദ് ഉസ്താദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഇല്ലല്ലോ. എല്ലാ ദിവസവും നമ്മൾ ഹദ്ദാദ് ചെല്ലുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ ബുദ്ധിയില്ലാത്തവൻ്റെ ന്യായം എന്ന് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് നിലകൊണ്ട ഒരു ആദർശമുണ്ട്. എന്താണ് ആദർശം? ഹക്കിന് വേണ്ടി സംസാരിക്കുക. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇപ്പോൾ ഈ അടുത്ത് ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ട് സംഗതി എന്തൊക്കെ പറഞ്ഞാലും അത് അദ്ദേഹം ചെയ്ത് ശരിയായില്ല.
ഒരു മുസ്ലിയാരെ തലപ്പാവൊക്കെ ധരിച്ചൊരു മുസ്ലിയാർ പ്രസംഗിക്കുകയാണ്. സംഗതി എന്തൊക്കെ പറഞ്ഞാലും അത് കുറച്ച് ആത്മഹത്യാപരമാണ്. തൊണ്ടയ്ക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇട്ടൊരാൾ പ്രസംഗിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എത്ര പണ്ഡിതന്മാർ, എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് അത് ആത്മഹർഷത്തോടു കൂടി ഏറ്റെടുത്ത ഷഹാദത്താണത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചതാണത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് അവിടത്തേക്ക് അറിവ് നൽകിയല്ലോ, പറഞ്ഞു കൊടുത്തല്ലോ, വഹി കൊടുത്തല്ലോ. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് അങ്ങയുടെ ഒരു പൊന്നുമോൻ കൊല ചെയ്യപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി ദുഃഖിതരായി, ഖിന്നരായി അവിടുന്ന് കരഞ്ഞു. അത് കരഞ്ഞുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, മുത്തുനബി അങ്ങ് എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് അത് പറഞ്ഞു കൊടുത്തു. ചരിത്രം നമുക്കറിയാം, ഹദീസുകളിലുള്ളതാണ്. അപ്പോൾ അത് ഹുസൈൻ റളിയല്ലാഹുവിനെ അറിയാം, അവിടുന്ന് ഷഹീദാകാൻ പോവുകയാണ്. അത് അവിടുന്ന് പൂർണ്ണ മനസ്സോടുകൂടി ഏറ്റെടുത്തതാണ്. കാരണം ഇസ്ലാമിൻ്റെ തത്വമാണത്. ഉന്നതമായ സ്ഥാനങ്ങൾ സഫറിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണുള്ളത്. ഉന്നതമായ സ്ഥാനങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ സഫർ ചെയ്യണം ജീവിതത്തിൽ. ആ ഒരു തത്വം അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുഹറം മാസത്തിൽ ഹുസൈൻ റളിയല്ലാഹു അടക്കമുള്ള മഹാന്മാരെ സ്മരിക്കൽ, അവരോട് സഹായാർത്ഥന നടത്തൽ, ഇപ്പോൾ മുജാഹിദൊക്കെ പറയുന്നുണ്ട് അത് ഷിർക്കാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ആക്ച്വലി ഫലാസഫക്കാരുടെ വാദമാണ്, ഈ തത്വശാസ്ത്രക്കാരുടെ വാദമാണ്, അക്കലാനീയത്തിൻ്റെ വാദമാണത്. കാരണം എന്താ, അക്കലാനീയത്തിൻ്റെ വാദത്തിൻ്റെ അടിസ്ഥാനം എന്താ, ഈ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അർവാഹിനൊന്നും കേൾക്കാൻ കഴിയൂല, കാണാൻ കഴിയൂല, സഹായിക്കാൻ കഴിയൂല, ദുനിയാവിൽ ഇടപെടാനും കഴിയൂല. കാരണം എന്താ, അതിനൊക്കെ ഇന്ദ്രിയം വേണമെന്നാണ്, ഇന്ദ്രിയബദ്ധമാണ് കഴിവുകൾ. അതാണ് അഖ്ലാനിയത്തിൻ്റെ വാദം, അല്ലെങ്കിൽ ഈ പറയുന്ന തത്വശാസ്ത്രക്കാരുടെ അല്ലെങ്കിൽ ഫൽസഫക്കാരുടെ വാദം. അപ്പോൾ അവർക്കിത് പിടിക്കൂല. ഏത് യാ ഹുസൈൻ, യാ ഹസൻ റളിയല്ലാഹു അൻഹുമാ, അല്ലെങ്കിൽ യാ ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാ, ഇങ്ങനെയൊക്കെ മഹാന്മാരെ നമ്മൾ വിളിച്ചാൽ അതൊന്നും ഇവർക്ക് പിടിക്കൂല. കാരണം ഇവരുടെ വാദത്തിൻ്റെ അടിസ്ഥാനം അതാണ്, ഫിലോസഫേഴ്സിൻ്റെ വാദമാണത്, പിഴച്ച വാദമാണത്. അതാണ് ഷറഹുൽ അഖായിദിൽ ഇമാം തഫ്താസാനി റഹിമഹുല്ല റെഫ്യൂട്ട് ചെയ്യുന്നത്. ഷറഹുൽ അഖായിദ് വായിച്ചാൽ മനസ്സിലാകും. ഷറഹുൽ അഖായിദ് കൃത്യമായിട്ട് ഈ തത്വശാസ്ത്രക്കാരുടെ വരട്ട് തത്വവാദത്തെ കശക്കി എറിയുന്നുണ്ട് മഹാനായ ഇമാം തഫ്താസാനി റഹിമഹുല്ല. സാന്ദർഭികമായി നിങ്ങളെ ശ്രദ്ധപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മാസം മുഹറം മാസത്തിൽ ധാരാളമായി നമ്മൾ അവരെ സ്മരിക്കുക, അവരുടെ മൗലിദുകൾ ഓതുക, അവരുടെ ചരിത്രങ്ങൾ അയവിറക്കുക. ഞാൻ 1-2 വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്, കണ്ടില്ലേ? കർബലയിൽ സംസാരിച്ച ശിരസ്, ഇതാരാണ്? ഒരു കളസക്കാരൻ സക്കാഫി. കർബല ചരിത്രം, ഇത് വേറൊരു സക്കാഫി. അയാൾ എന്താണ്, സ്റ്റേറ്റ് കമ്മിറ്റി എന്തോ ഒരു സുന്നി മുഅല്ലിമിൻ്റെ എന്തോ സ്റ്റേറ്റ് കമ്മിറ്റിയിലെ കൊണ്ടാണ്ടർ എന്തോ ആണ് അയാൾ. പിന്നെ ബഹുമാന്യനായ നഈമി ഉസ്താദ്, പിന്നെ കർബല നാം അറിഞ്ഞിരിക്കേണ്ടത് ഷാഫി സക്കാഫി മുണ്ടമ്പ്ര, ഇങ്ങനെ നിരവധി പണ്ഡിതന്മാർ. നേരത്തെ ആ ഒരു പണ്ഡിതൻ നൽകിയ ഫത്വക്കെതിരെ പരസ്യമായിട്ട് പല സദസ്സുകളിൽ ചരിത്രം വിവരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള കാര്യമല്ലേ, പിന്നെ നമ്മൾ എന്തിനെ എതിർക്കണം? അപ്പോൾ ഇതൊക്കെ പുത്തൻവാദമല്ലേ? കുല്ലു ബിദ്അത്തിൻ ളലാല കുല്ലു ളലാലത്തിൻ ഫിന്നാർ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.